ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി സംബന്ധിച്ചിട്ടുള്ള ധാരാളം സംശയങ്ങൾ വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. നമുക്കിപ്പോ ഇനി വരുന്ന ഏകാദശി എന്ന് പറയുന്നത് യോഗിനി ഏകാദശിയാണ്. 2026 ജൂലൈ മാസം 11-ാം തീയതി ശനിയാഴ്ചയാണ്. പ്രധാനപ്പെട്ട സംശയം ഏകാദശിയുടെ ആ ദിവസത്തെ പറ്റിയിട്ടാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇത്തവണത്തെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ മാസം 10-ാം തീയതി 8:16 മുതൽ. ജൂലൈ മാസം 10-ാം തീയതി രാവിലെ 8:16 മുതൽ 11-ാം തീയതി വെളുപ്പിനെ 5:22 വരെയാണ്. 5:22 വെളുപ്പിനെ 11-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് മഹാദ്വാദശിയാണ് തിഥി. നമ്മൾ യോഗിനി ഏകാദശിയായി ആചരിക്കുന്നത് 2026 ജൂലൈ മാസം 11-ാം തീയതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകുന്നത്, അതായത് 11-ാം തീയതി വെളുപ്പിനെ 5:22 ആകുമ്പോൾ ഏകാദശി തിഥി തീരുമല്ലോ. 5:30 കഴിയുമ്പോൾ മുതൽ, അതായത് 5:22 കഴിയുമ്പോൾ മുതൽ പിന്നീട് മഹാദ്വാദശിയാണ്. ഏകാദശി തിഥി എന്നാൽ 10-ാം തീയതി രാവിലെ 8:16 മുതൽ പകലെല്ലാം ഏകാദശിയാണ്. അതായത് 10-ാം തീയതിയാണ് കൂടുതൽ ഏകാദശി ഉള്ളത്. 11-ാം തീയതി പകലൊന്നും ഏകാദശി ഇല്ല താനും. അതുകൊണ്ട് എങ്ങനെ നമ്മൾ ആചരിക്കും? 11-ാം തീയതി എങ്ങനെയാണ് നമ്മൾ ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ് 11-ാം തീയതി ഏകാദശിയായി നമ്മൾ കണക്കാക്കുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടാകും. അതിനുള്ള ഒരേ ഒരു ഉത്തരം, അതായത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത്. അവിടെ ഏകാദശി തിഥിക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത്. ഉദയത്തിൽ ദശമി വന്നിട്ട് പിന്നീട് ഏകാദശി വരുന്ന ഏകാദശി ഒരു കാരണവശാലും നമ്മൾ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. ഇവിടെ 10-ാം തീയതി പകൽ മുഴുവനും ഏകാദശി ഉണ്ടെങ്കിലും 10-ാം തീയതി ഉദയത്തിൽ ദശമിയാണ്. ദശമി തൊട്ടിട്ടുള്ള ഏകാദശി, അതായത് ഉദയത്തിൽ ദശമി വന്നിട്ടുള്ള ഏകാദശി ഒരു കാരണവശാലും അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഏകാദശി തിഥിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉദയത്തിൽ എന്ത് തിഥി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വന്നാൽ അത് പുണ്യമാണ്. പക്ഷേ ദശമിയും ഏകാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസം അന്ന് നമ്മൾ വ്രതാനുഷ്ഠാനത്തിൽ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഏകാദശി തിഥിക്കല്ല പ്രാധാന്യം, ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസത്തിനാണ് പ്രാധാന്യം. ഉദയത്തിൽ ഏകാദശി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രാധാന്യം എന്നുള്ളതാണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ തലേ ദിവസം ഏകാദശി ഉള്ളത് കൊണ്ട് പകൽ സമയം ഒരിക്കലൂണ് അല്ലെങ്കിൽ ധാന്യഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോ എന്ന ഒരു ചോദ്യം വരും. ആ സമയവും എല്ലാവരും ചിന്തിക്കേണ്ടത് ഏകാദശി തിഥിക്കല്ല പ്രാധാന്യം. ഏകാദശി തലേ ദിവസം ഉണ്ടായിക്കോട്ടെ, അതിൽ പ്രശ്നമില്ല. ആ ഏകാദശി തിഥി ഉള്ള സമയത്തും നിങ്ങൾക്ക് ധാന്യഭക്ഷണം കഴിക്കാം. കാരണം നമ്മൾ വ്രതത്തിലിരിക്കുന്നത് 11-ാം തീയതിയാണ്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസമാണ് നിങ്ങൾ ഏകാദശിയായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരിക്കലുണ്ട് കഴിഞ്ഞാൽ ധാന്യഭക്ഷണം കഴിച്ചു എന്ന് കരുതി അത് ദോഷമില്ല. ഇനി അല്ല, അന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം, അതിൽ തെറ്റില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഒരു നേരം ധാന്യം കഴിച്ചു എന്നതുകൊണ്ട് ദോഷമില്ല. നമ്മൾ സാധാരണ ഈ തിരുവാതിര നക്ഷത്രം വ്രതം എടുക്കും. തിരുവാതിര നക്ഷത്ര വ്രതം എടുക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു, ആ അത്രയും സമയമാണ് നമ്മൾ വ്രതത്തിലിരിക്കുന്നത്. കാരണം എന്താണ്? അതൊരു നക്ഷത്ര വ്രതമാണ്. ഏകാദശിക്ക് പക്ഷേ തിഥി മാത്രമല്ല കണക്കാക്കുന്നത്, തിഥി എപ്പോൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. തിഥി, ഏകാദശി തിഥി ഉദയത്തിൽ വരികയും ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസവും ആ ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് കണക്കാക്കുന്നത്. അക്കാര്യം പ്രത്യേകമായിട്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംശയം മാറും. തിഥി മാത്രം കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ജൂലൈ മാസം 10-ാം തീയതി രാവിലെ 8:16 മുതൽ 11-ാം തീയതി വെളുപ്പിനെ 5:22 ആകുമ്പോൾ നമ്മുടെ ഏകാദശി തീരും. അങ്ങനെയല്ല ഏകാദശി എടുക്കേണ്ടത്. തിഥിയുടെ സമയം മാത്രം നോക്കിയല്ല ഏകാദശി എടുക്കേണ്ടത്. അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം.
ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസം, ആ ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. തിഥിക്ക് മാത്രമല്ല പ്രാധാന്യം, തിഥി എപ്പോൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 10-ാം തീയതി ഉച്ചയ്ക്ക് ഒരു നേരം അരിഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇനി വേണ്ട, എനിക്കങ്ങനെ വേണ്ട എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ വേണ്ട, അത് നമ്മുടെ ഇഷ്ടം. അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണ വീടി കഴിയുമ്പോൾ ആ ദിവസവും വ്രതത്തിലിരിക്കണോ എന്ന ഒരു സംശയമുണ്ട്. ആ ദിവസവും നിങ്ങൾ ഏകാദശി പോലെ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ദിവസം കൂടി നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഈ 3 ദിവസവും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ പാരണ വീടി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു 2 ദിവസം ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചില്ല, പെട്ടെന്ന് തന്നെ ഓടി മീൻ കടയിലേക്കോ അല്ലെങ്കിൽ ഇറച്ചിക്കടയിലേക്കോ പോകുന്നത് ഒഴിവാക്കുക. ഒരു മാസത്തില് 6 ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിഷാംശങ്ങളും അത് മാറ്റിത്തരും. ലഘുവായ ഭക്ഷണം കഴിച്ച് ഇതുപോലെ മാസത്തിൽ 2 ഏകാദശിയും 2 ഷഷ്ടിയും ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. അക്കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം, നാമജപത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തു പ്രവൃത്തി നന്മ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സംഭാഷണങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഒരു ശുദ്ധി വരുത്തുക. അങ്ങനെ മാസത്തിൽ 6 ദിവസം നമ്മൾ ആരോടും വഴക്കിടാതെയും നമ്മുടെ സംഭാഷണത്തിന് ശുദ്ധി വരുത്തുകയും നന്മകൾ ചെയ്യുകയും പുണ്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾക്കും നിങ്ങൾക്ക് അതുപോലൊരു ശീലമുണ്ടാകും. പലതും ക്ഷമിക്കാനും സഹിക്കാനും ഭഗവാനെ സ്നേഹിക്കാനും ഒക്കെ നമ്മൾ ശീലിക്കും. നമ്മുടെ ജീവിതത്തിൽ വ്രതമെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ സ്വഭാവത്തിന് തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിത്യവും കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും മാറി വളരെ ലഘുവായി നമ്മൾ ആഹാരം ശീലിക്കുമ്പോൾ അത് നമ്മുടെ ആമാശയത്തിനൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഏകാദശി സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംശയം ഇതാണ് പലരും ചോദിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഏകാദശിയുടെ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പലരും ചോദിക്കുന്നത് എത്ര ഏകാദശി എടുത്ത് നിർത്താം എന്നുള്ളതാണ്. അതൊരു വിഡ്ഢിത്തമായ ചോദ്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഭഗവാനെ എത്ര കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, എത്ര കാലം ഭഗവാന് വേണ്ടി നമുക്ക് 2 ദിവസം നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര സാധിക്കും അത്രയും ചെയ്യുക. അതിനകത്ത് ഇത്ര എടുത്ത് നിർത്തിയാൽ നല്ലത്, ഇത്രയും എടുക്കാൻ പാടുള്ളൂ, ഇത്രയും എടുക്കണം എന്നുള്ള യാതൊരു നിബന്ധനയും നിർബന്ധവും ഹിന്ദു മതത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം ചെയ്യാൻ സാധിക്കുമോ അത്രയും കാലം ശുദ്ധമായ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ചെയ്യുക. എന്ന് നിങ്ങൾക്ക് നിർത്താൻ ആഗ്രഹമുണ്ടോ അന്ന് നിങ്ങൾ നിർത്തിക്കൊള്ളുക, ഭഗവാനോട് പറഞ്ഞ് നിർത്തുക. അത്ര മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഹിന്ദു മതത്തില് നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടമാണ്. അതുപോലെ പലരും ചോദിക്കും ഏത് ഏകാദശി എടുക്കണം, കൃഷ്ണപക്ഷം എടുക്കണോ ശുക്ലപക്ഷം എടുക്കണോ, രണ്ടും എടുക്കണോ, ഒന്നെടുത്താൽ പോരെ? നിങ്ങൾ ഒന്നും എടുക്കണ്ട. ആർക്കാണ് നിർബന്ധം? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. രണ്ടും എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ രണ്ടും എടുത്ത് പ്രാർത്ഥിക്കുക. അതല്ല എനിക്ക് ഒന്ന് മതി. ഇവിടെ ആർക്കാണ് നിർബന്ധം? ആർക്കും നിർബന്ധമില്ല. നിങ്ങൾ ഒന്നും എടുത്തില്ലെങ്കിലും ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ മതം, നമ്മുടെ സനാതന ധർമ്മം, നമ്മുടെ ഹിന്ദു മതം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, നിന്ദിക്കണമെങ്കിൽ നിന്ദിക്കാം. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഭഗവാനോട് എത്ര സ്നേഹമുണ്ടോ, ഭഗവാന് വേണ്ടി എത്ര ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ അത്രയും ദിവസം നിങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ചെയ്യുക. കാരണം ഇതൊന്നും ആരും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ മനസ്സിൽ തോന്നി നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാതെ
നിർബന്ധിച്ച് വടിയെടുപ്പിച്ച് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടാകും എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യത്തിനും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശുദ്ധ ഹൃദയത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. അത് ഭഗവാൻ സ്വീകരിച്ചുകൊള്ളും. അല്ലാതെ ഒരു അസ്വസ്ഥമായ മനസ്സോടുകൂടി ആർക്കോ വേണ്ടി ചെയ്യുന്നത് ഒരിക്കലും ഭഗവാൻ സ്വീകരിക്കുകയില്ല. നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കൂ. അങ്ങനെ സ്നേഹിക്കൂ. നിങ്ങൾ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ 10,000 ഇരട്ടിയായി ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കും. 100% ഉറപ്പാണ്. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. എല്ലാ സംശയങ്ങളും മാറി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.